ഇന്നലെ മുതൽ കാണാതായ പെൺകുട്ടിയുടെ വീട്ടിൽ, കഴക്കൂട്ടത്തെ പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അഖിൽഷ അൻസാറുണ്ട്. അഖിൽഷ അൻസാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽഷ, അവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ വാർത്ത കണ്ട്, നമ്മുടെ പടം നമ്മൾ സംപ്രേഷണം ചെയ്ത ചിത്രം കണ്ടാണ് പിതാവ് ഈ കുട്ടി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം വെട്ട് റോഡിനടുത്തുള്ള ഈ കാണാതായ പെൺകുട്ടിയുടെ വാടക വീട്ടിലാണ് ഉള്ളത്. ഇവിടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, രണ്ട് സഹോദരിമാർ എന്നിവരാണുള്ളത്. ഇന്നലെ രാവിലെ 10:30 ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ഈ സഹോദരിമാരോട് വഴക്കിട്ടതിന് അമ്മ ഈ പെൺകുട്ടിയെ, 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ ശകാരിച്ചു. അതിന് പിന്നാലെ ഈ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ അമ്മയും അച്ഛനും ഒരുമിച്ചാണ് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ അവർ ജോലി ചെയ്യുന്നത്. അങ്ങോട്ടേക്ക് ജോലിക്കായി പോയി. തിരികെ 1 മണിയാവുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ കാണാനില്ലെന്നൊരു കാര്യം ഈ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ സഹോദരിമാരോട് ചോദിച്ചുവെങ്കിൽ പോലും ഈ കൃത്യമായ ഒരു വിവരം അവർ നൽകിയില്ല. അവർക്കറിയില്ല എന്നുള്ള മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത്. അതിന് പിന്നാലെ ഈ പ്രദേശത്തുള്ളവർ, അതുപോലെ തന്നെ നാട്ടുകാരടക്കമുള്ളവർ ചേർന്ന് ഈ പ്രദേശത്തൊരു പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിലൊന്നും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിന് പിന്നാലെ 4 മണിയോടുകൂടിയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പിതാവ് അൻവർ ഹുസൈൻ എത്തുകയും അതിന് പിന്നാലെ പരാതി നൽകുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി എന്ന് പറയുന്നത് ഈ പരാതിയുമായി അച്ഛൻ എത്താൻ, അല്ലെങ്കിൽ കുടുംബം എത്താൻ വൈകിയ ഒരു സാഹചര്യം, അത് ഈ രക്ഷാപ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഈ പറയുന്ന തെരച്ചിലിന്റെ നിർണായകമായ മണിക്കൂറുകൾ അത്തരത്തിൽ നഷ്ടമായി എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ ആളുകൾ പറയുന്നത്. അതായത് ഈ പെൺകുട്ടി കാണാതായത് 10:30-ാണെങ്കിൽ പോലീസിൽ അതൊരു കേസായി, അല്ലെങ്കിൽ ഒരു പരാതിയായി അവിടെ എത്തിയത് വൈകിട്ട് 4 മണിയോടുകൂടിയാണ്. അത്രയധികം സമയം പോലീസിന് ഈ അന്വേഷണം നടത്താനുള്ള സമയം നഷ്ടമായി. അത് പോലീസിന്റെ മറ്റുള്ള അതിനുശേഷമുള്ള അന്വേഷണത്തിൽ വലിയ പ്രതിസന്ധിയായി മാറി എന്നുള്ളതാണ് DCP ഭാരത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ആ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഇവിടെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവർ ഇവിടെ വന്ന് പരിശോധന നടത്തി. ഈ പ്രദേശം ആകെ പരിശോധന നടത്തി. ഈ പ്രദേശത്തെ മുഴുവൻ CCTV-കളും പ്രാഥമികമായുള്ള പരിശോധന നടത്തി. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഈ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ CCTV പരിശോധിച്ചതുമായി ബന്ധപ്പെട്ടൊന്നും ഒരു തെളിവും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ രാത്രിയോടുകൂടി നിർണായകമായ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. അത് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ദേശീയപാതയിലെ ഒരു കടയിലെ CCTV ദൃശ്യത്തിൽ ലഭിച്ച ചില ദൃശ്യങ്ങൾ. അതിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. അതാണ് പോലീസിന് ലഭിക്കുന്ന ആദ്യത്തെ നിർണായകമായ CCTV. അതിന് പിന്നാലെ ആ CCTV ട്രാക്ക് ചെയ്താണ് തൊട്ടടുത്തുള്ള 2-3 CCTV കടകളിലുള്ള 2-3 CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒരു വഴിക്ക് നടന്നു. ഈ കഴക്കൂട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന പല CCTV-യും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു. ഒപ്പം തന്നെ ഈ കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഈ കുട്ടി ചിലപ്പോൾ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ സാധ്യതയുള്ള തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ നീളുന്ന 15 കിലോമീറ്ററോളം വ്യാപകമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒടുവിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP നിയാസ് അടങ്ങുന്ന സംഘം നേരിട്ടിറങ്ങുകയും നഗരമാകെ പരിശോധന നടത്തുകയും ചെയ്തു. വ്യാപകമായ പരിശോധനയാണ് SKN കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മുമ്പ് എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു മിഷൻ പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മിഷന്റെ ഭാഗമായി പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾക്കിനി നോക്കി തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി നടന്നത് വളരെ വിപുലമായ, വളരെ ദ്രുതഗതിയിലുള്ള പോലീസിന്റെ ഒരു തെരച്ചിലാണത്. ഈ ACP ഉൾപ്പെടെയുള്ളവർ നേരിട്ടിറങ്ങുന്നു. ഭീമാപള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, വലിയതുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ACP നേരിട്ടെത്തി. അതും പ്രതികൂല സാഹചര്യത്തിൽ. കനത്ത മഴയുണ്ടായിരുന്നു, വലിയ കാറ്റ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ACP ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടെത്തിയുള്ള ഒരു പരിശോധന, അത് നഗരത്തിന്റെ മുക്കും മൂലയും മരിച്ചുപറക്കിയുള്ള ഒരു പരിശോധനയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് വെളുക്കുവോളം നടന്നത്. എന്നാൽ ഈ ഏതാണ്ട് 4:30-യോടുകൂടി വളരെ നിർണായകമായൊരു വിവരമാണ് നമുക്ക് പുറത്തുവിടാൻ സാധിച്ചത്. നമ്മളാണ് ആ ചിത്രം നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നൊരു ചിത്രം നമ്മൾ പുറത്തുവിട്ടു. അതാണ് പോലീസിൽ ഏറ്റവും അധികം നിർണായകമായ. നേരത്തെ നമ്മൾ സംസാരിച്ച ബബിതയാണ് ഈ ചിത്രം ട്രെയിനിൽ വെച്ച് പകർത്തി എടുത്തത്. ആ കുട്ടി തുടർച്ചയായി കരയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കരയുന്നത് കണ്ട് ഒരു സംശയം തോന്നിയാണ് ബബിത ഈ ചിത്രം എടുത്തത്. പിന്നാലെ വൈകിട്ട് ഈ കുട്ടി കാണാതായ
നിർണായകമായ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ബബിത ഈ ചിത്രം പോലീസിന് പങ്കുവച്ചത്. പോലീസ് അത് നമുക്ക് നൽകി. അത് അത്തരത്തിലാണ് നമ്മൾ ആ ചിത്രം പുറത്തുവിടുകയും ചെയ്തത്. പക്ഷേ ആ ചിത്രം നിർണായകമായൊരു ലീഡ് ആയി മാറുന്നു ഈ കേസിൽ. ആ ലീഡിന്റെ പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നുള്ള പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. അവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, RPF ഉദ്യോഗസ്ഥർ, കന്യാകുമാരി SP, നാഗർകോവിൽ SP അടക്കമുള്ളവരുടെ വലിയ സഹകരണത്തോടു കൂടിയാണ് നിലവിൽ പരിശോധനകളും തിരച്ചിലും നടത്തിവരുന്നത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ എടുത്ത് പരിശോധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള മറ്റ് സ്റ്റേഷനുകൾ, മറ്റൊരു കാര്യം, ഈ അവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, അഖിൽഷാ അൻസാറാണ് കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുകാരിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്